നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സി ദിവാകരൻ ഒരു വിവാദ പ്രസ്താവന നൽകിയിരിക്കുകയാണ്. സോളാർ സമരത്തെ സംബന്ധിച്ചാണ് ഈ വിവാദ പ്രസ്താവന. സോളാർ സമരം പിൻവലിക്കാൻ കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു എന്നാണ് സി ദിവാകരൻ വ്യക്തമാക്കുന്നത്. ദിവാകരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു, തുടർന്ന് ധാരണയിൽ എത്തിയെന്നും സമരം അവസാനിപ്പിച്ചു എന്നുമാണ് സി ദിവാകരൻ പറയുന്നത്. ഈ ഒത്തുതീർപ്പിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മുൻകൈയെടുത്തത് എന്നും സി ദിവാകരൻ വ്യക്തമാക്കുന്നു. സോളാർ സമരത്തിൽ CPM-ഉം കോൺഗ്രസും ഒത്തുകളിക്കുകയായിരുന്നു എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സി ദിവാകരൻ നടത്തിയ ആ വിവാദകരമായ പ്രസ്താവന നമുക്ക് കേൾക്കാം. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം പെടുത്തി. മിലിറ്ററി വന്നു. കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് 2 ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. LDF-ആയിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ് ആ ധാരണ അനുസരിച്ച് എന്നോട്, ഞാൻ സെക്രട്ടറിയുടെ ഇരിക്കുകയായിരുന്നു, എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞൊരു ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തീരെയാണ്. അണ്ടർഗ്രൗണ്ട് ധാരണയായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ എങ്കിലും കുഴപ്പമില്ല, പാർട്ടി തീരുമാനം LDF അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. AK സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് AKG സെൻറ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാൾ അങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ്. അത് പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്. പല സമരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമുള്ളതല്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ വടകരയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, എന്തു തോന്നുന്നു, ഇതിൽ സി ദിവാകരൻ പറയുന്നത് സത്യമായിരിക്കുമോ? ഒരു പരസ്പര ധാരണ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ സോളാർ കേസിൽ അത് സമരം പിൻവലിക്കാൻ LDF തീരുമാനിച്ചത്? സാറേ നമസ്കാരം. ഈ വിഷയം നമ്മളിപ്പം ചർച്ച ചെയ്യുന്നതിന്റെ പരിഹാസമാണ്. കാരണം ഇതൊക്കെ കേരളത്തിലെ കൊച്ചു പൈതങ്ങൾക്ക് പോലും അറിയാവുന്നതാണ്. CPM കോൺഗ്രസും ധാരണയാണ്. പിന്നെ വേറൊരു കാര്യം പറയും, ഇതിൽ അതിശയപ്പെടാനില്ല. ഇവരിപ്പം ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇവർ ഒന്നിച്ച് തന്നെയാണ് പ്രവർത്തിക്കുക. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയുന്നത്, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ തന്നെയാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയിക്കാനുണ്ടോ സാറേ? പിന്നെ സി ദിവാകരൻ എന്റെ പരിമിതമായ വിവരിച്ച് അറിയുമ്പോൾ CPI-യിലെ ചെറിയ നേതാവൊന്നുമല്ല. അതുകൊണ്ട് ഒരുപക്ഷെ CPI കോൺഗ്രസ് മുന്നണിയിൽ വരുത്താൻ 2024 തെരഞ്ഞെടുപ്പ് പോയാൽ അത്ഭുതമില്ല. അവർ മുമ്പും പോയതാണ്. അവർക്കറിയാം. കാരണം ദേശീയ തലത്തിൽ BJP-നെ നേരിടുവാൻ അല്പമെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും കിട്ടണമെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ കൂടിയാലേ പറ്റൂ. പിന്നെ CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി അവർക്കില്ല. കാരണം എന്താണെന്നറിയോ, അവർക്ക് ലാഭനും കേസ് മാറ്റിവെക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോയി. പക്ഷെ CPM സംബന്ധിച്ച് ഒരു കൊട്ടും കൂടി മാന്യതയുള്ള ഒരു പാർട്ടിയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ സി ദിവാകരനെ പോലത്തെ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അദ്ദേഹം പരിണതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹം കൂടി അറിയേണ്ടതാണ് ഏത് കാരണത്തിൽ ഏത് ചർച്ച നടന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി കാനൻ രാജേന്ദ്രൻ കേരള സമൂഹത്തോട് പ്രതികരിക്കേണ്ട സമയമായിരിക്കും. എന്താണ് ശരി, ഏതാണ് തെറ്റ്? ശരിയല്ലേ സാർ? പ്രതികരിക്കണ്ടേ? കാനം നേരത്തെ തന്റെ പുസ്തകത്തോടുള്ള തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അത് സി ദിവാകരന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം തന്നെ അതിൽ കാര്യങ്ങൾ പറയണം. അത് സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കേരള ജനത മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 2 പാർട്ടികളേ ഉള്ളൂ. അതായത് UPA-യും ഭാരതീയ ജനതാ പാർട്ടിയും. അത് കേരളത്തിലെ വോട്ടർമാർ മനസ്സിലാക്കിക്കോളും. അതാണ് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്.
ഏതായാലും വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ചാത്തന്നൂരിൽ നിന്ന് രാധാകൃഷ്ണൻ. ശ്രീ രാധാകൃഷ്ണൻ, സി ദിവാകരനെ പോലെ ഒരു നേതാവ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ടതിന്റെ കാരണം എന്തായിരിക്കാം? തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമായിട്ടും ഇതൊരു വിവാദത്തിന്റെ യാതൊരു അടിസ്ഥാനം ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ പുസ്തകം എഴുതിയത് CPI-യിലെ ഇന്നത്തെ ഒന്നാം നിര നേതാക്കളുടെ നിരയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്ന ആളല്ല. രണ്ടാമത്തെ കാര്യം, ആ പുസ്തകം പ്രകാശനം ചെയ്തത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ്. അത് പ്രകാശനം ചെയ്യാനായിട്ട് സന്നിഹിതനായിട്ടുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ കാനത്തിനോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇന്ന് അണികൾക്ക് വിശ്വാസമുള്ള ഒരു നേതാവാണ് സി ദിവാകരൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 100% വസ്തുതയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് നടപടിയെടുത്ത് പുറത്തുപോയ ആളല്ലല്ലോ. അപ്പൊ അത് സത്യമാണല്ലോ. താങ്കളും കരുതുന്നത് അല്ലേ? തീർച്ചയായിട്ടും. രണ്ടാമത്, ചില സാഹചര്യങ്ങളിൽ നമ്മളാരും ഇപ്പൊ ഈ പച്ചവെള്ളം അരച്ചു കുടിച്ചാലൊന്നും ഈ രാഷ്ട്രീയ പ്രവർത്തനം ചില സാഹചര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ഇവിടെ ഏത് അരിച്ചത്തിന്മാർ ഏത് പാർട്ടിയിലുണ്ടോ, BJP-യിലുണ്ടോ കോൺഗ്രസിലുണ്ടോ, ചില സാഹചര്യങ്ങളിലൊക്കെ ജനങ്ങൾ വലിയ കലാപത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു അന്തരീക്ഷം വരപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിൽ ഒത്തുതീർപ്പായ ജനങ്ങളുടെ ജീവനാണ് വലുത്. അവിടെ കലാപം ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കാതിരിക്കാൻ രണ്ട് പാർട്ടികൾ, പ്രതിപക്ഷവും ഭരണകക്ഷിയും ഇവിടെ കേരളത്തിൽ നിൽക്കുന്നതിനാ ജനങ്ങളെ സഹായിക്കാനാ. രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾ ശത്രുക്കളൊന്നും അല്ല, രാഷ്ട്രീയക്കാർ ശത്രുക്കളല്ല, പരസ്പരം വെട്ടിമരിക്കരുതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പൊ അന്ന് പരസ്പരം അണികൾ അവിടുത്തെ വലിയ സെക്രട്ടേറിയറ്റ് വളയുന്ന വലിയ കലാപത്തിലേക്ക് ജീവഹാനി അടക്കം വെടിവയ്പ് അടക്കം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഭവം ഒഴിച്ചുവിട്ടത് UDF-ഉം LDF-ഉം കൂടെ ചേർന്നത് ധാരണയായെങ്കിൽ അത് തെറ്റൊന്നുമില്ല. അതാണ് ദിവാകരൻ പറഞ്ഞത്. ജനങ്ങളെ സേവിക്കാനാണ്. ഇദ്ദേഹം ധാരണയുടെ കാരണങ്ങൾ എന്താണ് എന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ധാരണ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷേ അന്ന് പുറത്തു വന്നിരുന്ന വലിയൊരു ആക്ഷേപം അത് TP കേസിൽ വലിയ ഉന്നതങ്ങളിലേക്ക്, CPM-ന്റെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഈ അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഒത്തുതീർപ്പ് നാടകമാണെന്ന വിമർശനം അന്ന് ഉയർന്നിരുന്നു. വിമർശനമാണ്, എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കായിപ്പോയില്ലേ ഈ പ്രസ്താവന? അതിലൊന്നും വലിയ രാഷ്ട്രീയമാവുമ്പോൾ ഇത്തരം നാടകങ്ങൾ സ്വാഭാവികമാണ് ചിലതൊക്കെ അല്ലേ? ഏതായാലും വളരെ നന്ദി ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ ആ വിശാല മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, പാലയിൽ നിന്ന് ഉമേഷ്, എന്ത് തോന്നുന്നു? വലിയ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു സോളാർ സമരം. അത് ഇങ്ങനെയാണ് ഒത്തുതീർന്നത് എന്ന് ഒരു ചെറുതല്ല, ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ നേതാവാണ് പറയുന്നത്. എന്ത് തോന്നുന്നു ഈ പ്രതികരണം കേട്ടിട്ട്? സാറേ, ഇവിടെ ഇടതിനും വലതിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഇത് അതിശയിക്കാതില്ല. ഇത് PC ജോർജ് ഒരു 3-4 കൊല്ലം മുമ്പ് സ്പഷ്ടമായിട്ട് വിളിച്ചു പറഞ്ഞ നിങ്ങളെ വൈകിട്ടത്തെ ഡിബേറ്റിൽ ആ PC ജോർജിനെ കൂടെ പങ്കെടുത്താൽ ബാക്കിയുള്ള സത്യം കൂടെ. പക്ഷെ പുള്ളി പറയുമ്പോൾ ആരും അംഗീകരിക്കണം. പുള്ളി സത്യമാണ് വിളിച്ചു പറയുന്നത്. ഇതിനകത്തുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ PC ജോർജ് വിളിച്ചു പറഞ്ഞ സത്യമാണ്. ഇതെല്ലാം ഞങ്ങൾ കേരള ജനത എല്ലാം കേട്ടതാ. ഇനി ഇതിനകത്ത് വലിയ കാര്യം ഇത് കൊടുക്കാനൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാല് ഈ ഇടതിനും വലതിനും കൂടി ഇവിടെ കക്കാനും പോയാലും പെണ്ണുപിടിക്കാൻ പോയാലും മോഷണം നടത്താനും എല്ലാം ഇവർ ഒറ്റക്കെട്ടാ. പിന്നെ നിങ്ങളുടെയൊക്കെ ചാനലത്തെ 5-6 ചാനലിൽ വന്നിരുന്ന് വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി കളിക്കുന്നുള്ളൂ. അത് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന മനസ്സിലായോ? അത് നിങ്ങൾക്കും അറിയാം. അത് അഡ്ജസ്റ്റ്മെന്റിൽ അവര് വന്നിരുന്ന് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചർച്ചയൊക്കെ നടത്തുന്ന. പിന്നെ എന്നാ വെച്ചാൽ ഇടതും വലതിനും കൂടി BJP ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാരെ എവിടം വരെ ആക്രമിക്കുന്ന അറിയാം. കാരണം എന്താ വെച്ചാൽ ഈ കേരളം ഉള്ളു ഇവന്മാർക്ക് ഇച്ചിരി കുത്തു തീർത്തായിട്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ ഉമേഷ്, വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. രാജൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. രാജൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഈ രാജൻ, ഈ സി ദിവാകരന്റെ ഈ ഒരു പ്രസ്താവന കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് ശരിയായിരിക്കുമോ രാജൻ? സാറേ, ഇത് അന്നേ തന്നെ ശരിയായിരുന്നു. ഇത് 100% ശരിയായ കാര്യമാണ്. കാരണം PC ജോർജ് മന്ത്രിസഭ ചെന്നപ്പോ ഒരു ദിവസം കണ്ടല്ലോ, ഉമ്മൻചാണ്ടി മറ്റേ ആളും കൂടെ ഒന്നുമില്ലാതെ നിൽക്കുന്നത്, ലൈറ്റ് കത്തിച്ചോണ്ട് നിൽക്കുന്നത്. അതൊക്കെ ഉള്ള കാര്യം തന്നെയാ. അല്ലാതെ ഇവര് ഒത്തുതീർപ്പ് ഉണ്ടാക്കി ഇവര് മാറിപ്പോന്നേ ഉള്ളൂ. അല്ല, ഇതിന് തെളിവില്ലായ്മയൊന്നും അല്ല സാറേ. ഹലോ, ഇതിന് തെളിവില്ലായ്മയൊന്നുമല്ല. ഇല്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇവര് സോളാർ ലൈറ്റ് കത്തിക്കുമ്പോ അതൊന്നും വീഡിയോ ഷൂട്ടിംഗ് ഒന്നും എടുത്തല്ലോ. അതുകൊണ്ട് തെളിവില്ലെന്ന് ഇവർക്ക് പറയാം. അല്ലാതെ ഇത് ഈ കോൺഗ്രസിലെ 9 പേരും ജയിലിൽ പോകേണ്ടതായിരുന്നു. KC വേണുഗോപാല്, KP മോഹന്, അടൂർ പ്രകാശ്, ഇവരെല്ലാം പോകേണ്ടതായിരുന്നു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പോകേണ്ടതായിരുന്നു. എന്നിട്ട് അവസാനം ഈ പിണറായി വിജയന്റെ കാലെ പിടിച്ച് അവതാ പറഞ്ഞാണ് ഇത് ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ സി ദിവാകരൻ ഇത് എഴുതിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക്
MLA ആകാൻ ഇനി പറ്റത്തില്ല, MP ആകാൻ പറ്റത്തില്ല. പരിപാടിയെല്ലാം കഴിച്ച് മന്ത്രിയായി എല്ലാം കഴിച്ച് ഇനിയിപ്പം വെറുതെ ഇമാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ട് നടക്കാന്നുള്ളതല്ല. അന്നേരമാണ് ഇയാൾ എഴുതുന്നത്. ഇത് മുമ്പത്തെ എഴുതാൻ മന്ത്രിയായിരുന്നപ്പോ. അപ്പൊ ഇതൊക്കെ വെറും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഉമേഷ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു എന്താ ഇടതും വലതും കൂടെ മനുഷ്യനെ പറ്റിച്ചോണ്ടിരിക്കുക. എന്നൊരു കാര്യം ചെയ്യാം, ഡൽഹി ചെന്നിട്ട് ആ ഗുസ്തി താരങ്ങളുടെ അതൊന്ന് പരിഹരിക്കാൻ പറ പുള്ളിയോട്. 25 പെണ്ണുങ്ങളെയാ പിടിച്ചത് അയാള്. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ഒരു ഹംസ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ശ്രീ ഹംസയ്ക്ക് എന്ത് തോന്നുന്നു ഈ C. ദിവാകരന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടിട്ട്? ഇതൊരു വിവാദമായ ദിവാകരന് ഇപ്പോ സീറ്റ് കിട്ടിയില്ല, മന്ത്രിയാകാൻ പറ്റിയില്ല, ഒന്നുമില്ല. എല്ലാം പോയി MP ആയി, ഒന്നുമില്ല. ഇനിയിപ്പോ ഒന്നും കിട്ടാനില്ല ഉറപ്പായി. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിളിച്ചു വേണ്ട കച്ചറ ഉണ്ടാക്കുക, പാർട്ടിയുടെ ഇതിൽ അസ്വസ്ഥത ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. അല്ല ഇത് അദ്ദേഹത്തിന്റെ എവിടെ വെച്ചോ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, എവിടെ വെച്ചോ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് തെളിവില്ല, ഒന്നിനും തെളിവില്ല. അല്ല, അദ്ദേഹത്തിന് അത്രയൊന്നും അറിയില്ല. അറിയാവുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. എവിടെയോ വെച്ച് എന്തൊക്കെയോ തലത്തിൽ ചർച്ച നടന്നു, ഒടുവിൽ എന്നോട് സമരം ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇടതു മുന്നണി കൂട്ടായ ഒരു തീരുമാനം എടുത്തു. അസ്വസ്ഥനാണ്, പാർട്ടിയിൽ ഒരു സ്ഥാനം ഇരിക്കുകയാണ് ഇപ്പൊ അയാൾക്ക്. അത് ശരി. അപ്പൊ അതുകൊണ്ട് ആ അസ്വാസ്ഥ്യം കാരണം ആണ് ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ച അപ്പം സമരം പിൻവലിച്ചു എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്, AK ബാലൻ പറയുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, അവിടെ എന്തോ ഒരു തീരുമാനം. പക്ഷെ അന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അത് TP കേസിലെ അന്വേഷണം അവിടെ നിർത്താൻ വേണ്ടിയാണ് ഈ ധാരണ ഉണ്ടാക്കിയത് എന്നൊരു ആക്ഷേപം അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിന് പക്ഷേ സ്ഥിരീകരണമാകുന്ന തരത്തിലായിപ്പോയില്ലേ C. ദിവാകരന്റെ ഈ സ്ഥിരീകരണമായി. പക്ഷെ അതിന് തെളിവില്ല. അയാൾ അവിടെ വെച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, എന്നോട് എന്റെ നേതാവ് എന്നെ അറിയിച്ചു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒത്തീർപ്പായി ഏത് നേതാവ് പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, ഒന്നും പറയുന്നില്ല. ഏതായാലും ശ്രീ ഹംസ മലപ്പുറത്ത് നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ വളരെ നന്ദി. കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ ഉദയൻ എന്ത് തോന്നുന്നു? ഇതൊരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ സോളാർ കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, അതായത് അന്നത്തെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രക്ഷോഭം അവസാനിച്ചതിന്റെ കാരണം എന്തായിരിക്കാം? ഇത് വ്യക്തമായിട്ട് അന്നേ എല്ലാവർക്കും കേരളത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ബോധ്യപ്പെട്ട കാര്യമാണിത്. ഇത് ക്ലിയർ അഡ്ജസ്റ്റ്മെന്റ് തന്നെയായിരുന്നു. ഇപ്പോഴും നടക്കുന്നത് അത് തന്നെയല്ലേ. നേരം എടുത്ത് ഓരോ സർക്കാരിന്റെ ഓരോ അഴിമതിയായിട്ട് വരും, 2 ദിവസം കൊണ്ട് നിൽക്കും, അതിന്റെ പുറകെ പോകുന്നില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ വാങ്ങി ഇതങ്ങോട്ട് ഒത്തുവരിക എന്നുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങളൊക്കെ നടന്നതെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ ഉദയൻ, വളരെ നന്ദി. TP വധക്കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് CPMന്റെ ഉന്നത നേതാക്കന്മാരെ വിളിച്ച് വരട്ടിയപ്പം ഒരു കറക്റ്റ് 12ാമത്തെ മണിക്കൂർ ആ സമരം പിൻവലിക്കുന്നില്ലേ? ആക്ഷേപം താങ്കൾ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുന്നു, അതിനുശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകും. പൊതുവേദി തുടരുന്നു. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, എന്തു തോന്നുന്നു C. ദിവാകരന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടിട്ട്? ഇത് അന്നത്തെ ഒരു ആക്ഷേപത്തെ ശരിവെക്കലാണോ, അതോ ഒരു പുസ്തകം എഴുതിയ C. ദിവാകരൻ അതിനൊരു വിപണന തന്ത്രം കണ്ടെത്തിയതാണോ? നമസ്കാരം. നമസ്കാരം. ഇത് ഇദ്ദേഹത്തിന്റെ വിപണന തന്ത്രം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാല് 7 കൊല്ലത്തിന് മുമ്പാണ് ഈ കേസ് നടന്നത്. ഇദ്ദേഹം അതിനുശേഷമുള്ള ഇലക്ഷനുകളിൽ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള ഈ കേസിനെ പറ്റി ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ജോസ് കെ മാണി. കൊല്ലത്തുനിന്ന് ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ കുറെ ആൾക്കാരെ പേര് പറയുന്നുണ്ട്, പക്ഷെ ജോസ് കെ മാണിയുടെ പേര് മാത്രം ഒഴിവാക്കി. എന്തുകൊണ്ട്? അയാൾ ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്നുണ്ടോ? ആ ആളുകളെയൊക്കെ ഭരണപക്ഷത്തിലേക്ക് എടുക്കാൻ നേരത്ത് ഇവർക്കൊരു പ്രശ്നമില്ലായിരുന്നു. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ആ കേസ് പ്രതിയായവരെ ഭരണപക്ഷത്തേക്ക് എടുക്കാൻ ഇവർക്ക് യാതൊരു പടിയുമില്ലായിരുന്നു. കൂടാതെ ഇദ്ദേഹം സത്യസന്ധമായിട്ടാണ് എഴുതിയതെങ്കിൽ ഒരു കാര്യം കൂടെ എഴുതുമായിരുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോഴ് 4 ഗേറ്റ് വളഞ്ഞപ്പോഴ് ഈ ഉമ്മൻചാണ്ടി സാറിനെ അവരെ അകത്ത് കയറ്റില്ല, മാണി സാറിനെ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോഴ് അച്യുതാനന്ദ സഹാവും പന്നിൻ രവീന്ദ്രനും കൂടെ ഇങ്ങനെ ആ വാദക്ക് കിടന്നപ്പോഴ് അവരറിയാതെയാണ് ഈ സമരം പിൻവലിച്ചത്. അത് ആരാണ് പിൻവലിച്ചത്? എന്താണ് അതിനുള്ള കാരണം?
എന്ന് ഇയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. അത് അറിയില്ലെന്നല്ലേ പറയുന്നത്. അത് ആരൊക്കെയോ തമ്മിൽ ചർച്ച നടന്നു, എന്തോ ഒരു ധാരണയിലെത്തി, അങ്ങനെ സമരം പിൻവലിക്കുന്നു എന്ന് നേതാക്കൾ വന്ന് പറഞ്ഞു, ഞാനും പിൻവലിച്ചു. അതാണ് അതെന്തുകൊണ്ടാണെന്ന് എന്തായാലും പാർട്ടി അന്വേഷിച്ചില്ല. പിന്നെ ഇവരെ പറയാൻ നടക്കുന്നതിനാണ്. അച്യുതാനന്ദ സാറും ഇവരും അറിഞ്ഞില്ല, പന്ന്യൻ രവീന്ദ്രനും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അറിയാതെ എങ്ങനെയാണ് ഈ പിന്മാറ്റം? കേരള സ്റ്റേറ്റിലുള്ള മൊത്തം ജനങ്ങളെ നിങ്ങൾ ഈ പോരായ്മ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം ആളുകൾ തലേ ദിവസവും 2 ദിവസം മുമ്പ് കാത്തിടക്കായിരുന്നു ട്രിവാൻഡ്രത്തേക്ക് വരാൻ. ഇവിടെ വന്നവരെ കണക്ക് വേറെ. ഈ ഏരിയയിൽ എങ്ങും നമുക്ക് നടക്കാൻ വയ്യായിരുന്നു. അവരവിടെയുള്ള ക്യാമ്പും അവർക്ക് ഒരിക്കൽ ആഹാരം നടന്നു എന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളും ഇത് ദിവാരൻ പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാം, മുഴുവൻ പറയണം. അല്ലായെങ്കിൽ മാണി സാറിന്റെ മോൻ എന്തിനാണ് ഒഴിവാക്കിയത്? അങ്ങേരാണ് ഇതിന്റെ മെയിൻ പ്രതി. പോരായിട്ട് കോടതിയിൽ പല കേസും ഈ ഇടതുപക്ഷം എടുത്ത പല കേസും വെറുതെ വിട്ടതാണ്. എന്നിട്ട് ഈ പ്രശ്നം കൊണ്ട് വരുമ്പോൾ ശ്രീ ജയകുമാർ, സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെടുന്നത്. ഏതായാലും വളരെ നന്ദി താങ്കൾ അഭിപ്രായം പങ്കുവച്ചതിന്. കോട്ടയത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ജോയലിന് എന്ത് തോന്നുന്നു? ഇത് ഈ സോളാർ കേസ് വീണ്ടും വിവാദങ്ങളിൽ നിറയുമ്പോൾ അത് ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ സൂചനയായിരുന്നു. സാറേ, ഇത് കേരളം കണ്ട ഏറ്റവും വലിയൊരു സമരമായിരുന്നു സോളാർ സമരം. ഞാനൊരു മാർക്സിസ്റ്റാണ്, ഞാനൊക്കെ ഈ സമരത്തിന് പോയിട്ടുള്ളതാണ്. അതെയോ? സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വളയാൻ പോയിരുന്നോ? പോയതായിരുന്നു. അപ്പം ഈ സമരം നടത്തി കഴിഞ്ഞ് 2 പ്രാവശ്യം, അത് കഴിഞ്ഞ് LDF, ഈ പുള്ളി പറയണത് ഒതുക്കി തീർത്തെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം LDF ഇവിടെ വൻ ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. അപ്പം ഈ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ വിദ്യാസമ്പന്ന, എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് അറിയാവുന്ന ആളുകളാണ്. കൂടാതെ ഈ കേസ് കോടതിയിലിരിക്കുന്ന ഒരു കേസുമാണ്. ഈ ദിവാരൻ MP അല്ല, MLA അല്ല, പുള്ളിക്കൊരു സ്ഥാനവും ഇല്ല. അപ്പൊ പുള്ളി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രം. പിന്നെ പുള്ളിയുടെ പുസ്തകം ചെലവാകണം, അത് മാത്രമേ ഉള്ളൂ അതിന്റെ അകത്ത്. താങ്കൾ ഇതിൽ പങ്കെടുത്ത ആളല്ലേ, എന്തുകൊണ്ടാണ് അന്ന് ഈ സർക്കാരിനെതിരെ ഈ സമരം പിൻവലിക്കാൻ കാരണം? സമരത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സമരം ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണെന്നാണോ ശ്രീ ജോയൽ കരുതുന്നത്? സാറേ, ഇത് നമ്മളിപ്പോ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഒന്നും എന്നും നമുക്ക് സമരം ചെയ്ത് അടച്ചിടാൻ പറ്റിയല്ല. ശരിയാ. ഈ സത്യസന്ധമായ മറുപടി ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കാരണം നിരന്തരമായൊരു സമരം സാധ്യമല്ല. നമ്മളൊരു പ്രതിഷേധം എന്ന രീതിയിൽ സമരം ചെയ്തു, പിന്നീട് പിൻവാങ്ങി, അല്ലേ? അത് തന്നെ. ഒരു വീട്ടിലേക്ക് ഒരു വഴി പ്രശ്നത്തിന്റെ പേര് ആ വീട്ടിൽ എന്നും വേലിയടച്ച് കെട്ടി അവരെ കയറ്റരുതെന്ന് പറയാം. അതിനൊരു തീരുമാനം ഉണ്ടാകണം. അപ്പൊ ഏത് സമരത്തിനും സമയപരിമിതി കൊണ്ടാണ് ശ്രീ ജോയൽ. വളരെ നന്ദി, താങ്കൾ അഭിപ്രായം പങ്കുവച്ചു. ജിജോ എന്നൊരു പ്രേക്ഷകൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ജിജോയിന് എന്ത് തോന്നുന്നു? ഇത് ഒരു ഒത്തുകളിയായിപ്പോയോ? ഇത് അന്നേ നമുക്ക് തോന്നിയല്ല, ഈ സമരം നടക്കുമ്പോഴേ തോന്നിയതാണ് ഒത്തുതീർപ്പാന്ന്. കാരണം അന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്നുള്ള കേസ് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇതിൽ കേസിൽ പെടും. അതുകൊണ്ടാണ് ഈ സമരം ഒത്തുതീർപ്പായത്. അന്ന് മഹാരാഷ്ട്ര ഗവർണർ അടുത്തൊരു ചർച്ചയുണ്ടായിരുന്നല്ലോ. മഹാരാഷ്ട്ര ഗവർണർ കോൺഗ്രസിന്റെ ഒരു ഗവർണറായിരുന്നു. അന്ന് അവിടുന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇവിടുന്ന് 3 ദിവസത്തെ കൊണ്ട് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് ഓരോ ബ്രാഞ്ചിൽ നിന്നും 3 ആള് വെച്ചാണ് പോയത്. ആ 3 ആൾക്ക് 1500 രൂപ കൂലി കൊടുത്തിട്ടാണ് പോയത്. പട്ടണം അടക്കം ഇവിടുന്നൊക്കെ പിരിച്ചതാണ് പൈസ. 1500 രൂപ കൂലി കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് ഇവരൊക്കെ. എന്നിട്ട് ഇത് ഒത്തുതീർപ്പാണ് സാറേ, ഒത്തുതീർപ്പ് മാത്രമാണ്. ദിവാരം പറഞ്ഞത് ശരിയാണ്. പക്ഷെ ദിവാരം പറഞ്ഞ CPIക്ക് അതിൽ റോളൊന്നുമില്ല. ഇവരെ കേസ് TP ചന്ദ്രശേഖരന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. ഏതായാലും വളരെ നന്ദി ജിജോ. മറ്റൊരു പ്രേക്ഷകൻ കൂടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. തങ്കു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ തങ്കു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സെക്രട്ടേറിയറ്റ് വളയുന്ന സമയത്ത് താങ്കൾ തിരുവനന്തപുരത്തുണ്ടോ? സാർ, ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സൈഡിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവര് തമ്മിലുള്ള പാർട്ടികൾ എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. ഒരാളുടെ കേസ് മറാള് ഒത്തുതീർക്കും, മറ്റൊരാളുടെ കേസ് ഇപ്പുറത്തെ ആള് ഒത്തുതീർക്കും. അല്ല, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇവരൊക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിൽ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇരുവരും നടത്തുന്നതെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്, അല്ലേ? വളരെ നന്ദി താങ്കൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. സോളാർ സമരത്തിൽ CPM കോൺഗ്രസ് ഒത്തുകളി നടന്നോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്തത്. ഇത് സംബന്ധിച്ച് ഒരു യൂട്യൂബിൽ ഒരു പോൾ ഞങ്ങൾ നടത്തിയിരുന്നു. അതിൽ 71% ആളുകൾ അങ്ങനെ ഒരു ഒത്തുകളി നടന്നു എന്നാണ് ആരോപിക്കുന്നത്. അതേസമയം അങ്ങനെ ഒരു ഒത്തുകളിയും ഉണ്ടായിട്ടില്ല എന്ന് 29% ആളുകളും വ്യക്തമാക്കുന്നു.
ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.